ഒരു കാലത്ത് പെരുമ്പാവൂരിൻ്റെ തലയുയർത്തി നിന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ട്രാവൻകൂർ റയോൺസ്. ആ റയോൺസിൻ്റെ പല പ്രതിസന്ധി കാലഘട്ടങ്ങളെയും കാലഘട്ടങ്ങളിലെയും ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഇന്ന് ശരിയാവും നാളെ ശരിയാവും 3 പാർട്ടികൾക്കാരോട് ശരിയാവും എന്നാക്കിക്കൊണ്ട് ട്രാവൻകൂർ റയോൺസ് പെരുമ്പാവൂരിൽ നിന്ന് എന്നേക്കുമായി വിട പറഞ്ഞു. അതിനുശേഷം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൊടുക്കുന്ന ഇതാണ് പെരുമ്പാവൂരിലെ ഗതാഗതക്കുരുക്ക് നീക്കി കൊടുക്കാമെന്ന്. ഞാനൊരു പെരുമ്പാവൂർക്കാരനാണ്. ആ വാഗ്ദാനങ്ങൾ, ആ ഗതാഗതക്കുരുക്ക് ഇത് പറ്റിയില്ല. കോൺഗ്രസിന്റെ പ്രതിനിധി മറുപടി പറയും. നിങ്ങൾ 3 പേരിൽ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാൽ ഞങ്ങളുടെ പെരുമ്പാവൂരിലുള്ള ഈ ഗതാഗതക്കുരുക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിറവേറ്റി തരാൻ പറ്റുമോ? ശരി ശരി ജിൻഡോ, സ്ട്രൈറ്റ് ചോദ്യം. അല്ല, ഇതിൽ മനസ്സിലാക്കേണ്ടത് ഗതാഗതക്കുരുക്ക് മാറ്റുക, അപ്പോൾ റോഡിന് വീതി കൂട്ടുക, മറ്റ് അങ്ങനത്തെയുള്ള പ്രോജക്റ്റുകളൊക്കെ ചെയ്യാന്ന് പറയുന്ന ഒരു MLA മാത്രം ഉത്തരവാദിത്തത്തിൽ നിൽക്കുന്ന കാര്യമല്ല. സംസ്ഥാന സർക്കാരും ഗവൺമെൻറ്റും സ്ഥലത്തെ MLAയും ഒക്കെ ഒരേപോലെ പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ UDFൻ്റെ MLAയോട് എടുത്തിട്ടുള്ള നയസമീപനങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. യോജിച്ചല്ല പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സാധാരണക്കാരായി മനുഷ്യരെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഗതാഗതക്കുരുക്ക് മാത്രമല്ല, ഈ ഗതാഗതക്കുരുക്കിലേക്ക് വരുന്ന സാധാരണക്കാരുടെ സകലമാന പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് സമരം ചെയ്തതും ഈ രംഗത്തുണ്ടായിരുന്നതൊക്കെ UDF ആണ്. അപ്പോൾ ഈ നിയോജക മണ്ഡലത്തിലെ ഓരോ പ്രശ്നങ്ങൾ, ഇപ്പോൾ പെരുമ്പാവൂർ റയൺസുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ മറ്റൊരു സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. പഴയ കെട്ടിടത്തിന് പെയിൻ്റ് അടിച്ച് ഉദ്ഘാടനം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താതെ ഈ പെരുമ്പാവൂരൊക്കെ ഒറ്റ ഷട്ടർ റൂമിനകത്ത് ആളുകൾ ലാപ്ടോപ്പ് അസംബിൾ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുപോലെ ഒരു അസംബ്ലിംഗ് യൂണിറ്റ് അവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടത്തിന് പെയിൻ്റ് അടിച്ചുകൊണ്ട് പുതിയ പ്രോജക്റ്റ് പ്രഖ്യാപിക്കുന്ന നിലപാടുണ്ടായി. അപ്പോൾ അത്തരം പൊറാട്ട് നാടകങ്ങളും തട്ടിപ്പുകളും ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. കാലത്തിനതീതമായി കാലാനുസൃതമായിട്ടുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് സർക്കാർ അധികാരത്തിൽ വരേണ്ടത് കൂടി. UDF അധികാരത്തിൽ വന്നാൽ അങ്ങനെയൊക്കെ കൂടുതൽ ചോദ്യങ്ങളുണ്ടോ? ഒരു സെക്കൻഡ്, ഇതാ ഇവിടെ ഒരു ചോദ്യം. ആരോടാ? ജിൻഡോനോടാണ് ചോദ്യം. നമ്മൾ പെരുമ്പാവൂരിനകത്തേക്ക് നിങ്ങൾ കടന്നു വന്നത് പെരുമ്പാവൂരിൻ്റെ കവാടമായിട്ടുള്ള പാലക്കാട്ട് താഴം വഴിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മളെപ്പോഴും നമ്മുടെ വീടിൻ്റെ എല്ലാം ഉമ്മറമെല്ലാം നല്ല നിലയിൽ സംരക്ഷിക്കും. ചിലപ്പോൾ വീട്ടിലെ ബാത്റൂമിലെ പൈപ്പ് ചിലപ്പോൾ ലീക്കാവുന്നുണ്ടാവും. അത്തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ളതല്ല. പെരുമ്പാവൂരിൻ്റെ കവാടത്തിനകത്ത് കടന്നു വരുമ്പോൾ അവിടെ നമുക്കൊരു മൺകൂന കാണാൻ വേണ്ടി കഴിയും. പാലക്കാട്ട് താഴം പാലം അടച്ചിട്ടിട്ട് ഏകദേശം 6 മാസത്തിലധികമായി. ഇവിടെ ഒരു MLA ഉണ്ടോ? എന്തുകൊണ്ടാണ് ഒരു സൈഡ് ഇടിഞ്ഞു പോയ ഒരു പ്രദേശം അടച്ചിട്ടിട്ട് 6 മാസമായിട്ടും അത് തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത നിലയിൽ ഈ നാടിൻ്റെ MLA പരാജയമാവുമ്പോൾ എങ്ങനെയാണ് ഈ നാടിനകത്ത് നിന്ന് UDFന് കോൺഗ്രസിന് വോട്ട് ചോദിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ശരി, ഇവിടെ ഒരു MLA ഉണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ പെരുമ്പാവൂർ പാലക്കാട്ട് താഴം PWD വകുപ്പിന് കീഴിൽ വരുന്നതാണ്. PWD വകുപ്പിൽ പണിയെടുത്ത കോൺട്രാക്ടർമാർക്ക് ബില്ല് മാറാത്ത കാലഘട്ടത്തിലാണ്. അപ്പോൾ അവർ പണിയെടുക്കാൻ തയ്യാറാവില്ല. ഇപ്പോൾ ഇന്നത്തെ സർക്കുലർ പറയുകയാണെങ്കിൽ 2 ലക്ഷത്തിന് മേലെയുള്ള ബില്ല് പാസ്സാക്കരുതെന്ന് ട്രഷറി ബാനുള്ള ഒരു കാലഘട്ടമാണ്. പച്ചക്കള്ളമെന്ന് നിങ്ങൾ പറഞ്ഞാൽ പോരാ. ഇവിടെ കോൺട്രാക്ടർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. 10,000-കണക്കിന് കോൺട്രാക്ടർമാർക്ക് കോടിക്കണക്കിന് രൂപ കുടിശ്ശികയുള്ള ഒരു സർക്കാർ ഈ മാർച്ച് മാസത്തിൽ 2 ലക്ഷത്തിന് മേലെയുള്ള ബില്ല് പാസ്സാക്കരുതെന്ന് തീരുമാനിച്ചത് ആരുടെ ഉത്തരവാദിത്തമാണ്? അപ്പോൾ കോൺട്രാക്ടർമാർ പണിയെടുത്താൽ നേരത്തെ തീർക്കണമെങ്കിൽ തീർത്ത പണിക്കുള്ള പണം കൊടുക്കണം. അത് കൊടുക്കാത്തൊരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ പണിയെടുപ്പിക്കുന്നത്. PWD വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും അമ്മായച്ചനും കൂടി 150 സ്ഥലം പൊട്ടി ഒലിച്ചു പോയ ദേശീയപാത പരിശോധിക്കാൻ പോയില്ലേ? എന്ത് സംഭവിച്ചു? ദേശീയപാത മാത്രം പരിശോധിച്ചാൽ പോരാ, PWD റോഡും പരിശോധിക്കണം. PWD റോഡ് പരിശോധിക്കേണ്ടത് മുഹമ്മദ് റിയാസ് PWD വകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്തം. ഇവിടെ ഉണ്ട്. നിങ്ങൾ എവിടെയായിരുന്നു? PWD വകുപ്പിനെതിരെ സമരം ചെയ്യാത്ത എന്താ? മുഹമ്മദ് റിയാസിനെതിരെ നിങ്ങൾക്ക് എന്താ സമരമില്ലാത്തത്? എന്തുകൊണ്ട് കരാറുകാരുടെ ബില്ല് മാറുന്നില്ല? PWD റോഡിന്റെ ശോധനീയാവസ്ഥ നിങ്ങൾക്ക് എന്തുകൊണ്ട് സമരമില്ല? സമരമില്ലാത്തത് എന്തുകൊണ്ട്? PWD റോഡിനെതിരെ സമരം ചെയ്യാത്ത എന്തുകൊണ്ട്? സമരമില്ലാത്തത് നിങ്ങൾക്ക് സമരം എന്താ? കഴിഞ്ഞു. അടുത്ത ചോദ്യം